സഹൃദയരെ, കൈക്കൊമ്പിൽ നിറയെ കൃതജ്ഞതയുടെ പൂച്ചെണ്ടുമായി ഞങ്ങൾ റിതം ഓഫ് ജൽനമിത മറ്റൊരു വ്യത്യസ്തമായ കലാരൂപവുമായി അഭിമാനപുരസരം വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക്. ചക്കിക്കൊത്തൊരു ചങ്കരൻ. ഈ ഹാസ്യ പരിപാടിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതും പറയാൻ ശ്രമിക്കുന്നതും ഞങ്ങളുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ്. നിങ്ങളെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കാനുമായി റിതം ഓഫ് ചലനത്തിലെ അനുഗ്രഹീത കലാകാരന്മാരായ വിനോദ് മാണി, സണ്ണി ലൂക്കോസ്, ഫ്രാങ്ക്ലിൻ ഫെർണാണ്ടസ്, സ്റ്റാൻലി ജേക്കബ്, സിബി ജോസഫ്, സന്തോഷ് ലൂക്കോസ്, ടോം സംക്യൂരിക്കൽ, സുനിൽ ജോസ്, മാത്യു സിഡികുള, സുനിൽ ജോർജ്, മാത്യു അമ്മായിക്കുന്നേൽ, റോബി മേഖര, അമ്പിളി ഫെർണാണ്ടസ് എന്നിവർ അണിനിരക്കുന്നു. ശബ്ദാവിഷ്കാരം സ്റ്റാൻലി ജേക്കബ്. തിരക്കഥ സംവിധാനം റോബി മേഖര. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, ഒപ്പം ആസ്വദിക്കുക. ചക്കിക്കൊത്തൊരു ചങ്കരൻ. ഹലോ, ആരാണ്? ഇല്ലല്ലോ, അവളിവിടെ ഇല്ല. ഷൂട്ടിങ്ങിന് പോയിരിക്കുവാണല്ലോ. എപ്പം വരുമെന്നൊന്നും പറയാൻ പറ്റിയല്ല. എപ്പോഴും തിരക്കല്ലേ, തിരക്ക്. അതെ 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 അതെ. എന്ത് കിന്നാരത്തുമ്പികളോ? സൂപ്പർ ഹിറ്റ് ആണെന്നോ? ഓക്കെ, താങ്ക് യു താങ്ക് യു. എന്താ ഡയറക്ടറോട് പോകാൻ പറയടേ. നായികയെ കാണാനല്ല ജനം തിയേറ്ററിലെത്തുന്നത്. ഇതിൽ നായിക ആരാ? നമ്മുടെ മോളല്ലേ? എടി പത്മാവതിയേ. ഹലോ, ആരാ? സിബി മലയിലോ? എന്താ കാര്യം? ഇല്ലില്ല, അടുത്ത 2 വർഷത്തേക്ക് ഡേറ്റ് ഒന്നും തരാനൊക്കത്തില്ല. എല്ലാം ഹിന്ദിക്കാര് ബുക്ക് ചെയ്തില്ലേ? ശരി ശരി ശരി, പിന്നെ വിളിക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. പത്മാവതി, എടി പത്മാവതി. എന്താ മനുഷ്യ കിടന്ന് തൊള്ള തുറക്കുന്നേ? എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. എടി, നീ അറിഞ്ഞോ ഇന്ന് റിലീസായ നമ്മളുടെ മോളുടെ കിന്നാരത്തുമ്പികൾ സൂപ്പർ ഹിറ്റ് ആണെന്ന്? സൂപ്പർ ഹിറ്റ്. ഭഗവാനെ, രക്ഷപ്പെട്ടു. ഈശ്വരാ, അടുത്ത 1-ാം തീയതി ഒരു തുലാഭാരം നടത്തിയേക്കാവേ. എത്ര നാളുകൾക്ക് ശേഷമാ അവളുടെ ഒരു പടം ഹിറ്റാകുന്നേ. അതിന് നീ എന്തിനാടി ഭഗവാന് തുലാഭാരം നടത്തുന്നത്? കുളിസീനുകൾ കൂടുതലുള്ള മസാല സിനിമകളിൽ അഭിനയിക്കാൻ ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരാ? ആരാ? ഈ ഞാൻ തന്നെ. ഞാനാരാ മോൻ? ഇനി ഉടനെ തന്നെ എന്റെ ആഗ്രഹം പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് അവളെ കെട്ടിക്കണം. കുറെ നാളായല്ലോ മനുഷ്യ നിങ്ങൾ സിനിമാക്കാരെ തപ്പാൻ തുടങ്ങിയിട്ട്. അല്ല, നിങ്ങൾ എന്നാ ഇത്ര വലിയ സിനിമാക്കാരനായത്? പണ്ട് തെങ്ങ് കയറി നടന്ന കാലം ഒന്നും മറക്കണ്ട. പെണ്ണ് പൊര അറിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒക്കെ നടക്കുമടി. ഇവളെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അയച്ചിട്ട് വേണം എനിക്ക് ഒന്നുകൂടി കേട്ടാൻ. എന്താ 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 പറഞ്ഞേ? അല്ലടി പത്മാവതി, കല്യാണം കഴിഞ്ഞ് ഇവളിവിടുന്ന് പോയാൽ വീട് ഉറങ്ങിപ്പോകത്തില്ലേ? ഞാൻ ഒന്നും കൂടി കെട്ടിയാൽ പകല് നിനക്കും രാത്രിയിൽ എനിക്കും ഒരു കൂട്ടാകും. ഓഹോ, ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലോ. എന്തിനാ മനുഷ്യ മറ്റുള്ളവരെ കൂടി അറിയിക്കുന്നത്? എനിക്കോ ഈ ഗതിയായി. ഇത് ചുമ്മാ പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ. വേണ്ട, എന്നെ കൊണ്ട് അധികം പറയിക്കണ്ട. ഹലോ ഡാഡ്. ഹായ് മോം. Sexy, hot. I love your style, girl. Put it on me. Love dances in the house with the ladies know. She got it going on. Sexy. മോളെ, നിന്റെ കിന്നാരത്തുമ്പികൾ സൂപ്പർ ഹിറ്റായത് നീ അറിഞ്ഞോ? ഇനി നീ അങ്ങനെ തന്നെ നടക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നോക്കണ്ടേ? ഞാനും ഡാഡിയും കൂടി നിന്റെ കല്യാണക്കാര്യം സംസാരിക്കുകയായിരുന്നു. അടുത്ത പടം പൊട്ടുന്നതിന് മുമ്പ് നമുക്കിതങ്ങ് നടത്തണം. നോ ഡാഡ്, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട.
പച്ചാളം സാറിന്റെ പുതിയ സിനിമയിൽ കൂടി അഭിനയിച്ച് കഴിയട്ടെ. അതൊരു മുഴുനീളൻ മസാല പടമാണ്. എനിക്ക് നല്ല സ്കോപ്പ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദേ മനുഷ്യ, നിങ്ങൾ ഇവളുടെ കിന്നാരം കേട്ടോണ്ട് നിൽക്കാതെ ആ ബ്രോക്കർ തങ്കപ്പനെ ഇങ്ങ് വിളിച്ചേ. അയാളുടെ കയ്യിൽ നല്ല മണി പോലുള്ള പയ്യന്മാരുണ്ടാകും. തങ്കപ്പന്റെ അടുത്ത് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാകുമോ? സൂപ്പർ ഇല്ലെങ്കിലും ഓർഡിനറി എങ്കിലും കാണും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ബ്രോക്കർ തങ്കപ്പനല്ലേ? ഞാൻ സിനിമ നടി ഷക്കീലയുടെ ഡാഡിയാണ്. എന്താ സാറേ വിളിച്ചത്? മോളുടെ സിനിമ അങ്ങ് ഹിറ്റ് ആയില്ലേ? സൂപ്പർ ഹിറ്റ് അല്ലേ? സൂപ്പർ ഹിറ്റ്. ടൗണിലെ ഫാൻസ് അസോസിയേഷൻകാര് മോളുടെ പോസ്റ്ററുമായിട്ട് ജാഥ നടത്തുക. ഞാനറിയാതെ ഇവള് വല്ല പഞ്ചായത്ത് ഇലക്ഷനിലും മത്സരിച്ചു. എന്റെ സാറേ, മോളും സത്താറുമായിട്ടുള്ള ആ രംഗം ഞാൻ 8 പ്രാവശ്യം കണ്ടു. ഇനി മേലിൽ നീ കാണാൻ പോയാൽ നിനക്കുള്ള കൊട്ടേഷൻ ഞാൻ അങ്ങ് കൊടുക്കും. എടോ, താൻ ഇവിടം വരെ ഒന്ന് വരണം. മോളുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റുന്ന കുറച്ച് പിള്ളേരുടെ ഫോട്ടോ കൂടി എടുത്തോ. ഈ ചൂടിൽ നമുക്ക് അവളുടെ കല്യാണം അങ്ങ് നടത്തണം. നിങ്ങൾക്ക് എത്ര പയ്യന്മാര് വേണം? ഇതിലെ തേരാപാര നടക്കുന്ന പയ്യന്മാര് തൊട്ട് UK-ലും അമേരിക്കയിലും ഉള്ള മെയിൽ നഴ്സുമാർ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ഇതാ അങ്ങ് എത്തി. സാറേ, സിനിമാക്കാര് തന്നെ വേണമെന്ന് നിർബന്ധമാണോ? അതെ, എന്താ? അല്ല, പണ്ട് ഞാനൊരു തമിഴ് സിനിമയിൽ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ. വേണമെങ്കിൽ ഞാനും റെഡിയാണ്. ഇറങ്ങിപ്പോടാ മരപ്പെട്ടി തലയാ. സിനിമാ നടനാകാൻ പറ്റിയ ഒരു കോലം. തങ്കപ്പൻ ബ്രോക്കറോ? വരണം. ബ്രോക്കർ തങ്കപ്പന് അതെന്റെ പഴയ പേരല്ലേ സാറേ? ഞാനിപ്പം ഇവന്റ് മാനേജ്മെന്റ് MD മിസ്റ്റർ തങ്കപ്പൻ. അതെന്ത് മാനേജ്മെന്റ് ആടോ? നാട് ഓടുമ്പം നടുവേ ഓടണ്ടേ സാറേ? ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ലെന്നേ. ചെറുക്കനെയും പെണ്ണിനെയും മുട്ടിച്ചു കൊടുക്കുന്നത് തൊട്ട് ആദ്യരാത്രി വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളല്ലേ അങ്ങ് കോൺട്രാക്ട് എടുക്കുന്നത്. നിങ്ങൾ ചെയ്തു കൊടുക്കുവോ? അല്ല, അത് ഇതുവരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതിനെ പറ്റിയ പയ്യന്മാര് പോലും നമ്മുടെ ഉണ്ട്. ഓ, എല്ലാം കൊള്ളാം. നിന്റെ ചട്ടുകാലുകൂടി ഒന്ന് നിവർത്താൻ മേലായിരുന്നോ? ആ തങ്കപ്പ, ഷക്കീല മോള് സിനിമാ നടന്മാരെ മാത്രമേ കിട്ടൂ എന്നുള്ള വാശിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കയ്യില്? അതെ മാഡം, നമ്മുടെ മോളെ പോലെ തിളങ്ങി നിൽക്കുന്ന. നമ്മുടെ മോളോ? അല്ല, ഞാൻ പറഞ്ഞത് സാറിന്റെ മോളെ പോലെ. എന്നാ അയാളുടെയും വിചാരം. ഇപ്പൊ തിരക്കുള്ള നടിമാരെല്ലാം വരനെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? സ്വയംവരം. അതല്ലേ ഇപ്പോഴത്തെ പാഷൻ. ഹിന്ദിയിലുള്ള എത്ര നടിമാർക്കാണ് സ്വയംവരം നടത്തി ഞങ്ങളുടെ കമ്പനി വരനെ കണ്ടുപിടിച്ചു കൊടുത്തെന്ന് അറിയാവോ സാറേ? എങ്കിലുടൻ സ്വയംവരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. സംഗതി അങ്ങ് കൊഴുക്കട്ടെ. മഹാജനങ്ങളെ, നമ്മളുടെ ഷക്കീല മോളുടെ സ്വയംവര ചടങ്ങുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മലയാള സിനിമയിലെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാറുകളാണ് നമ്മുടെ രോമാഞ്ചകഞ്ചകമായ ഷക്കീല മോളെ സ്വന്തമാക്കാൻ എത്തിയിട്ടുള്ളത്. നിശ്ചിത സമയത്തിനുള്ളിൽ ഷക്കീല മോളുടെ മനം കവരുന്നവരാരാണോ അയാൾ ഇന്ന് നമ്മളുടെ എല്ലാം രോമാഞ്ചകഞ്ചകമായ ഷക്കീലയെ സ്വന്തമാക്കുന്നതായിരിക്കും. ഷക്കീല മോളിതാ തന്റെ ഹോട്ട് സീറ്റിലേക്ക് എഴുന്നള്ളുന്നു. Sexy, hot. I love your style, girl. Put it on me. Club dancers in the house, but the ladies know. She had a girl alone. Sexy. ഒന്ന് വേഗം വിളിക്കടോ, മോൾക്ക് ഷൂട്ടിങ്ങിന് പോകാനുള്ളതാ. ഒന്നും മിണ്ടാണ്ടിരിക്കും മനുഷ്യ. എവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്നായി പറയുന്നേ? ആദ്യമായി കടന്നു വരുന്നു യുവാക്കളുടെ ഹരമായ നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ, ചെസ് നമ്പർ 245.
ഷക്കീല മോൾക്ക് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും കാണാം. കാരണം ഞാനിവിടെ തന്നെ കാണും. എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത്. എന്നെ വിളിക്കേണ്ട നമ്പർ 223344. ഡാഡി, ആ മത്തങ്ങ കവളും ചളങ്ങിയ മൂക്കും ആമവാദം പിടിച്ച പോലത്തെ തോളും തൂക്കി നടക്കുന്ന ഇയാളെ എനിക്ക് വേണ്ട ഡാഡി. എടോ, അടുത്തയാളോട് വരാൻ പറയടോ. ഇനി വരുന്നു ചെസ് നമ്പർ 253. വിഷമിക്കണ്ടോ? ഈ മസിലുണ്ടോ? ഇവന്മാരെക്കാളൊക്കെ മസിൽ എനിക്കുണ്ടോ? നമുക്ക് കല്യാണം കഴിച്ച് ഈ തുറന്ന് ദൂര സ്ഥലത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഞാൻ പുറകുവശത്ത് കാത്തിക്കാട്ടോ. നീ വിളിക്കാൻ മറക്കരുത്. ഓ ഡാഡി, എനിക്ക് ഇങ്ങനെ ആണും പെണ്ണും കെട്ട ആളെ ഒന്നും വേണ്ട. എന്താ ഡാഡിത്? ഇവിടെ ആണുങ്ങളൊന്നുമില്ലേ? എടോ, നല്ല തൻ്റെ ഉള്ള ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറയടോ. പുരുഷ സൗന്ദര്യത്തിന്റെ പര്യായവും ശരീരകാന്തി മൊത്തിണങ്ങിയ മലയാളത്തിന് മഹാനടൻ ചെസ് നമ്പർ 553. പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ, പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം വിണ്ണിൻ വാത്തിങ്കളെ ഇങ്ങ് താഴെ മാനത്ത് വാ. ഷക്കീല മോളെ, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പറ്റുന്നത് പോലെയല്ലേ ചെയ്യാനൊക്കെ. പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. എൻ്റെ കഴിവ് തെളിയിക്കാൻ ഇതിനേക്കാൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കുട്ടിയില്ലാതെ എനിക്കിവിടുന്ന് പോകാനാവില്ല. ഞാൻ പോവില്ല. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മമ്മി, ഈ വിടവുള്ള പല്ലും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കും ത്രികോണ എന്ന നടപ്പമുള്ള ഇയാളെയും എനിക്ക് വേണ്ട. എടോ, നല്ല മിടുമിടുക്കന്മാരായ ചുണക്കുട്ടികളെ കൊണ്ടുപോടോ. മലയാള സിനിമയിലെ ഏക ചുണക്കുട്ടി, വാക്കുകൾ കൊണ്ട് കേരളക്കരയാകെ വിറപ്പിച്ച നമ്മുടെ സ്വന്തം നടൻ ചെസ് നമ്പർ 413. മണിമുറ്റത്താവണി പന്തൽ മേലാപ്പു പോലെ അടിയാരത്തമ്പിളിപ്പന്തൽ, മണിമുറ്റത്താവണി പന്തൽ മേലാപ്പു പോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. ഓർമ്മയുണ്ടോ ഈ മുഖം? കാണല്ലേ, ഒരുപാട് മുഖങ്ങൾ കയറി ഇറങ്ങിയതല്ലേ. ഷക്കീലയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരെ കെട്ടണം ആരെ കെട്ടണ്ട എന്ന് തീരുമാനിക്കുന്നത് കുട്ടി തന്നെയാണ്. ഇവിടെ വന്നു പോയ ഓരോ പുള്ളന്മാരോടും ഞാൻ പറയുന്നു, ഷക്കീലയെ കെട്ടാൻ കെൽപ്പുള്ള ഒരുത്തം പോലും ഇവിടെ ഇല്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇയാള് പറയുന്നത് കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇത്തിരി മയമുള്ള ആരെയെങ്കിലും കൊണ്ടുവരാൻ പറ ഡാഡ്. എടോ, എന്താടോ ബ്രോക്കർ ഇത്? ഇതാ നാട്ടുകാരെ, മലയാളത്തിലെ നിത്യഹരിത നായകൻ ചെസ് നമ്പർ 517. തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. തിരുവിൽവാമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർക്കുടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കൂറിയിട്ട ഐശ്വര്യ ഷക്കീലയോട് ഐശ്വര്യക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെ കാണുമ്പോൾ എനിക്ക് ജയഭാരതിയെയും അശീലയെയും എല്ലാവരെയും ഓർമ്മ വരുത്തും. നിന്നെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ്. എന്നെ കല്യാണം കഴിക്കാൻ ഷക്കീലക്ക് ഇഷ്ടമാണോ? അപ്പറയൂ ഷക്കീല, അപ്പറയൂ. ആ മണ്ടിപ്പെണ്ണ് ഒന്ന് ചിരിച്ചേ. അങ്ങനെയല്ല, ശിങ്ങനെ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ അപ്പുറത്തേക്ക് വരണം. മാമേ, ഇത് ശരിയാവില്ല. എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ സമയമായി. ഞാൻ പോകുന്നു. മലയാള സിനിമ കണ്ട ഏക നാണം കുണുങ്ങി. ഇതാ വരുന്നു
ചെസ് നമ്പർ 152. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മോളെ ഷക്കീല, ഷക്കീല, ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവുക. ഞാൻ എൻ്റെ അമ്മയോട് വാക്ക് പറഞ്ഞിട്ടാ വന്നത്. എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമാണോ? പറയൂ, പറയൂ ഷക്കീല, പറയൂ. ഷക്കീല, ഞാൻ ഇവിടെ തന്നെ കാണും. എന്നോട് പറയാൻ മറക്കരുത്, എന്നെ കല്യാണം കഴിക്കണം. I feel really bored. I'm so sorry. അല്ല, ഇതാരാ ഹെലികോപ്റ്ററിലൊക്കെ തൂങ്ങി വരുന്നത്? ഇതല്ലേ നമ്മുടെ നായകൻ? നാട്ടുകാരെ, മലയാള സിനിമയിലെ സാഹസിക നായകൻ ഇതാ നമ്മുടെ ഷക്കീലയെ സ്വന്തമാക്കാൻ കടന്നു വരുന്നേ. ഒരു JCB കിട്ടിയിരുന്നെങ്കിൽ പുറം ചൊറിയാമായിരുന്നു. എന്നോട് മത്സരിക്കാൻ ഇവിടെ ആരാണുള്ളത്? കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് നമുക്ക് ഊട്ടിയിൽ പോകണം. ഐ മേ ബി എ ലേബറർ, ബട്ട് ഐ എം നോട്ട് എ ബഗർ. ഐ വിൽ വെയിറ്റ് ഫോർ യു ഔട്ട്സൈഡ്. Dad, it's too much. ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന സൂപ്പർ സ്റ്റാർസ്? ഈ മാക്കാച്ചി പോലിക്കുന്ന സാമാനത്തിന് ഞാൻ ആരെ ഒപ്പിച്ചു കൊടുക്കും? സ്റ്റോക്കൊക്കെ തീർന്നു പോയല്ലോ. ഏതായാലും ഇനി ഇളയങ്കടൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. നാട്ടുകാരെ, അടുത്തതായി ഇതാ വരുന്നു ചെസ് നമ്പർ 313. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ജന്മം പുനർജന്മം, നീ എന്നും കാമാക്ഷി. പ്രേമം പുതുപ്രേമം, നീ എന്നും മണവാട്ടി. രാഗമനുരാഗം, നീ എന്നും അനുരാഗി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ. മോനെ ദിനേശ, നിന്റെ ഈ തരികട പരിപാടി ഉണ്ടല്ലോ, അതിവിടുത്തെ നാട്ടുകാരോട് ചെലവാവും. ഞങ്ങൾ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളായിട്ട് വിലസാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിന്റെ ഈ പരട്ട കോപ്രായം ഉണ്ടല്ലോ, അതൊന്നും കാണിച്ച് ഞങ്ങളെ വരട്ടല്ലേ മോനെ. വേണ്ട വേണ്ട, ശരിയാവൂല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ കുറച്ചുനാൾ മലയാളികളെ പറ്റിച്ച് സൂപ്പർ സ്റ്റാറുകളായി വിലസിയെന്ന് കരുതി കുഴിമാടത്തിലേക്ക് എടുക്കുന്നതുവരെ അങ്ങനെ വിലസാമെന്ന് കരുതണ്ട, അത് നടക്കില്ല. ഷക്കീല മോൾ ഒരു കാര്യം മനസ്സിലാക്കണം. മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ കൊടികുത്തി വാഴുന്നവരാണ് ഞങ്ങൾ. എത്ര നാഷണൽ അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വാടകയ്ക്കൊരു കോട്ടുമെടുത്ത് അതുമിട്ട് ഇന്നലെ വന്ന ഈ നിർക്കോലി. ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല സന്തോഷേ, ആവില്ല. ചന്ദനത്തടി ചുമക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ അറിയൂ, സുഗന്ധമറിയില്ല. നിങ്ങൾ മലയാളത്തിലെ മഹാനടന്മാരായിരുന്നിരിക്കാം, പക്ഷേ ഇന്ന് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കൊപ്രായ സിനിമകൾ കണ്ടാൽ ജനം ചെളിവാരി എറിയും. അതുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല എന്നല്ല, നിങ്ങൾ തൊട്ടിരിക്കും. നീ കുറെ നേരമായല്ലോ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. ചുമ്മാതെ ഒരു ക്യാമറ തൂക്കി പഴയ ഒരു കോട്ട് വിട്ട് നടക്കുന്ന നിനക്കൊന്നും ഞങ്ങളെപ്പോലുള്ള സ്റ്റാറുകളുടെ വേദന അറിയില്ല. മനസ്സിൽ ഉറപ്പിച്ച് തിരിച്ചു പൊക്കോ, ഇല്ലെങ്കിൽ പഴമക്ക പറയുന്ന പോലെ അടിയും തന്ന് തുണിയും പറിച്ചു വിടും ഞാൻ. തുണിയും പറിച്ച് അടികൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങളാണോ ഞാനാണോ എന്ന് നമുക്ക് കാണാം. ഒരു പട്ടിക്കതിന്റെ വാലുകൊണ്ട് നാണം മറക്കാനാകില്ല.
നീ വലിയവനാകാമെന്ന് കരുതി ഞാൻ ചെറിയവനാകണം എന്ന അർത്ഥമില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാവരെയും വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങളിൽ ആരിലും കാണാത്ത എന്തോ ചിലതൊക്കെ ഞാൻ അദ്ദേഹത്തിൽ കണ്ടു. ആ ഉളുപ്പില്ലായ്മ, നാണമില്ലായ്മ, തൊലിക്കട്ടി, എത്ര തെറി പറഞ്ഞാലും ചിരിക്കാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ്, ഇതൊക്കെ വിശ്വാമിത്രൻ്റെ തപസ്സിലൊക്കെ മേനകയെ പോലെ എൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ഇനി ആർക്കും ഇത് പറിച്ചെടുക്കാനാവില്ല. ഈ കുക്കു പോലെ ഇരിക്കുന്ന ഇവനോ? നാളെ നിങ്ങൾ ഇയാളെ മറക്കും. പിന്നെ ആരും സന്തോഷേട്ടനെ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാൽ സന്തോഷേട്ടൻ നായകൻ, ഞാൻ നായിക. അത് ശരിയാണല്ലോടി പത്മാവതി. ഷക്കീല മോള് ഇവനെ കെട്ടുകയാണെങ്കിൽ ഇവൻ നായകൻ, ഇവൾ നായിക. നമുക്ക് വീട്ടിലിരുന്ന് വയറ് നിറച്ച് ഇവനെ തെറിയും പറയാം. അവനത് യൂട്യൂബിലിട്ട് കാശ് വാരിക്കൊള്ളും. എന്റെ സന്തോഷേട്ടാ. മലയാളികൾ ലോകമെമ്പും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവനാണോ ഇന്നത്തെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ? നിങ്ങൾ തീരുമാനിക്കൂ. തന്നന്നൻ താനന്നൻ തന്നാനെ തന്നെ തന്നന്നൻ താനന്നൻ തന്നാനെ ഹേ